സെക്രട്ടറി ജാഥ ഉദ്ഘാടന ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നാട്ടിലെ രാജ്യത്ത് തന്നെ ഏറ്റവും അധികം യുവജനങ്ങൾ അംഗങ്ങളായിട്ടുള്ള യുവജന പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ. എക്കാലത്തും യുവതികളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനും അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ പൊതുവായ വിഷയങ്ങളിൽ വളരെ കൃത്യമായ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാനും സമരങ്ങൾ സംഘടിപ്പിക്കാനും യുവാക്കളെ ചേർത്ത് പിടിച്ച് മുന്നോട്ടേക്ക് പോകാനും ഡിവൈഎഫ്ഐക്ക് എക്കാലത്തും സാധിച്ചിട്ടുണ്ട്. നവംബർ മാസം ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ മുമ്പിലേക്ക് ഇന്ത്യയിലെ യൗവനത്തെയാകെ നയിക്കുവാൻ വേണ്ടി ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ നേതൃത്വം തീരുമാനിച്ചിരിക്കുകയാണ്. തൊഴിലില്ലായ്മയ്ക്കും മതനിരപേക്ഷമായിട്ടുള്ള ഒരു നാട്, ആ നാടിനെ കാത്തുരക്ഷിക്കണം എന്നുള്ളതാണ് ഈ ഒരു സമരത്തിലൂടെ ഡിവൈഎഫ്ഐ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം. ഡിവൈഎഫ്ഐയെ സംബന്ധിച്ച് നേരത്തെ ഞാനും ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ നേതൃത്വത്തിലൊക്കെ ഉണ്ടായിരുന്ന സമയത്തും ഇതുപോലെയുള്ള ജാഥയും സമരങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ട്. ഒട്ടേറെ വർഷങ്ങളായി നമ്മൾ മുന്നോട്ട് വെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം തന്നെയാണ് തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. ഇത്തരമൊരു മുദ്രാവാക്യം മുന്നോട്ട് വെക്കുമ്പോൾ ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന യുവജന പ്രസ്ഥാനത്തിന് വളരെ കൃത്യമായൊരു ധാരണയുണ്ട്. എന്താ ധാരണ? ഏതെങ്കിലും ഒരു ഭരണാധികാരികൾ, ഏതെങ്കിലും ഒരു ഭരണകൂടം വിചാരിച്ചാൽ ഒറ്റയടിക്ക് അവസാനിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒന്നല്ല തൊഴിലില്ലായ്മ എന്ന ഉത്തമ ബോധ്യം നമുക്കെല്ലാം ഉണ്ട്. പക്ഷേ സ്വാഭാവികമായും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ്? നമുക്ക് മുമ്പിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണ് ഓരോ ഭരണവും ഈ രാജ്യത്ത് അധികാരത്തിലേക്ക് വരുന്നത്. അങ്ങനെ അധികാരത്തിൽ വരുന്ന ഭരണാധികാരികൾ യുവാക്കൾക്ക് മുമ്പിൽ വെക്കുന്ന ഏറ്റവും വലിയ വാഗ്ദാനം നിങ്ങൾക്ക് ഞങ്ങൾ തൊഴിൽ നൽകും എന്നുള്ളതാണ്. എന്നാൽ അധികാരത്തിൽ വന്നാൽ യുവാക്കളെ മറക്കുന്ന ഒരു സ്ഥിതിയാണ് രാജ്യത്ത് നിന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതുമാത്രമല്ല, നമുക്ക് തൊഴിൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം നടത്തുമ്പോൾ തന്നെ മറ്റൊരു ഭാഗത്ത് നമ്മൾ കാണുന്നത് ഒട്ടേറെ ഒഴിവുകൾ നമ്മുടെ മുമ്പിൽ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽദാതാവ് ആരാണ് എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ ഇക്കാലത്ത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽദാതാവ് ഇന്ത്യൻ റെയിൽവേയാണ്. ഇന്ത്യൻ റെയിൽവേയിൽ മാത്രം ഏതാണ്ട് 12 ലക്ഷത്തിലധികം തൊഴിൽ രഹിതർ, അതായത് നമുക്ക് തൊഴിൽ നൽകാൻ വേണ്ടി സാധിക്കുന്ന സാഹചര്യമുണ്ട് എന്നും നിയമനം നടത്താനുള്ള ഒഴിവുകളുണ്ട് എന്നുള്ളത് കേന്ദ്ര സർക്കാർ തന്നെ പുറത്തുവിട്ടൊരു കാര്യം. 12 ലക്ഷത്തോളം ഒഴിവുകൾ ഇന്ത്യൻ റെയിൽവേയിൽ ഉണ്ടെങ്കിൽ ഇന്ത്യയിലെ വിവിധ വകുപ്പുകൾ, ഇന്ത്യയുടെ സർക്കാരിൻ്റെ കീഴിലുള്ള വ്യത്യസ്തമായ സ്ഥാപനങ്ങൾ ഒരു കേന്ദ്ര സർക്കാർ എന്ന നിലയിൽ തൊഴിൽ നൽകുവാൻ വേണ്ടി സ്വീകരിക്കേണ്ട നയസമീപനങ്ങൾ അതെല്ലാം സ്വീകരിച്ചാൽ തന്നെ മാത്രം തീരുമാനിച്ചാൽ തന്നെ ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി ഈ സർക്കാരിന് സാധിക്കും. പക്ഷേ നരേന്ദ്രമോദി സർക്കാരിൻ്റെ അജണ്ടയിൽ യുവാക്കളില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. യുവാക്കളെ പരിഗണിച്ചില്ലെങ്കിൽ, സ്ത്രീകളെ പരിഗണിച്ചില്ലെങ്കിൽ, ഈ രാജ്യത്തെ സാധാരണക്കാരെ പരിഗണിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് അധികാരത്തിൽ അമർന്നിരിക്കുവാൻ വേണ്ടി സാധിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട് എന്ന അഹങ്കാരത്തിലാണ് ഈ തീരുമാനങ്ങളെല്ലാം കേന്ദ്ര സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത്. പാർലമെന്റ് മാർച്ചിന് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് യുവാക്കൾ പോയി ഒരു സമരം നടത്തിയാൽ
അതിന്റെ പിറ്റേ ദിവസം നരേന്ദ്രമോദി ഒരു പത്രസമ്മേളനം നടത്തി, ഇതാ നിങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നുവെന്ന് പറയുമെന്ന് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. പക്ഷേ ഈ സർക്കാരിന് മുമ്പിൽ സമ്മർദ്ദം ചെലുത്തുവാൻ വേണ്ടി സാധിക്കുന്ന ഒരു യുവജന ശക്തി ഉണ്ടെങ്കിൽ ആ യുവജന ശക്തി DYFI ആണ്. നിങ്ങൾ നോക്കൂ, ഇന്ത്യയുടെ സുരക്ഷ, നമ്മുടെ അതിർത്തി, നമ്മുടെ പട്ടാളക്കാർ, ആ മേഖലയ്ക്കകത്ത് ഈ അടുത്ത കാലത്തെടുത്തൊരു തീരുമാനമുണ്ട്. പുതിയൊരു റിക്രൂട്ട്മെന്റ് സംവിധാനം. ഇന്ത്യയുടെ അതിർത്തിയിൽ അനുഭവ പരിചയമുള്ള ഏറ്റവും ശക്തരായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഭാഗമാണല്ലോ നമ്മുടെ സൈനികർ. ഇന്ത്യൻ സൈന്യത്തിലേക്ക് ഇനി 4 വർഷത്തേക്ക് മാത്രമാണത്രേ നിയമനം. ആ 4 വർഷത്തെ നിയമനം കഴിഞ്ഞാൽ തിരിച്ചു നിങ്ങൾക്ക് നാട്ടിലേക്ക് വരാം. 18ാമത്തെ വയസ്സിൽ പട്ടാളത്തിൽ ചേർന്ന് 21ാമത്തെ വയസ്സ് 22 വയസ്സാകുമ്പോഴേക്ക് തിരിച്ച് നാട്ടിൽ വരാമെന്നാണ് പറയുന്നത്. അഗ്നിപഥത്തിലേക്ക് റിക്രൂട്ട്മെന്റ് കഴിഞ്ഞാൽ അതിൽ 25% ആളുകളെ മാത്രമേ സ്ഥിരപ്പെടുത്തൂ. ആ 25% എന്ന് പറയുന്നത് BJPയോടൊപ്പം RSSനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന, ഇന്ന് നമ്മുടെ നാട്ടിലെ കാക്കി കളസമിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന RSSകാർക്ക് നിയമനം നൽകുവാൻ വേണ്ടി, സ്ഥിര നിയമനം നൽകുവാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാണ് ഈ അഗ്നിപഥ്. അഗ്നിപഥിനെതിരായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ DYFI മാത്രമല്ല, മറ്റ് വ്യത്യസ്തമായ നമ്മളുടെ കാഴ്ചപ്പാടുമായി ബന്ധമില്ലാത്ത ആളുകൾ വരെ ഇതുമായി ബന്ധപ്പെട്ട് സമരത്തിന് തയ്യാറായി വന്നില്ലേ? ഒരു രാഷ്ട്രീയവുമില്ലാത്ത, ഒരു കൊടിയും പിടിക്കാത്ത ആയിരക്കണക്കിന് യുവജനങ്ങളാണ് ഈ തീരുമാനങ്ങൾക്കെതിരായ സമരത്തിൽ പങ്കാളിയായത് ഈ രാജ്യത്തുടനീളം. ആ നയത്തിലൊന്നും ഈ ഗവൺമെന്റ് വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. നിങ്ങൾ നോക്കൂ, ഇതുപോലെ ഇന്ത്യയെ സംബന്ധിച്ച് അപകടകരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം, ഒരു സാമൂഹ്യ സാഹചര്യം ഇതിനു മുമ്പ് ഈ രാജ്യത്തുണ്ടായിട്ടുണ്ടോ? കഴിഞ്ഞ ആഗസ്റ്റ് 15-ാം തീയതി എന്താ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത്? ഇന്ത്യൻ പ്രധാനമന്ത്രി പറയാണ്, എല്ലാ വീടിന്റെ മുമ്പിലും, എല്ലാ സ്ഥാപനങ്ങളുടെ മുന്നിലും നിങ്ങൾ ദേശീയ പതാക കെട്ടിവെക്കണം. ആസാദി കാ അമൃത് മഹോത്സവ് രാജ്യത്തിന്റെ 75ാം സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആഘോഷമാണ്. 75ാം സ്വാതന്ത്ര്യ ദിന ആഘോഷം. ആഘോഷത്തിൽ നിങ്ങളെല്ലാം പങ്കാളികളാവാനും വീടിന്റെ മുറ്റത്ത് ഇതാ ദേശീയ പതാക കെട്ടിവെക്കണം എന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചത്. കേരളത്തിൽ ഭൂരിപക്ഷം വരുന്ന വീടിന്റെ മുമ്പിലും ആഗസ്റ്റ് 13-ാം തീയതി മുതൽ 15-ാം തീയതി വൈകിട്ട് വരെ ത്രിവർണ്ണ പതാക കെട്ടിവെച്ച് രാജ്യത്തെ പ്രധാനമന്ത്രിയോടും കേരളത്തിലെ മുഖ്യമന്ത്രിയും നമ്മളോട് പറഞ്ഞു, കേന്ദ്രത്തിന്റെ നിർദ്ദേശം നമ്മൾ പാലിക്കുക. സംസ്ഥാന സർക്കാരും അതിനോട് ചേർന്ന് നിന്നു. കേരളത്തിലാകമാനം വീട്ടിന്റെ മുറ്റത്ത് ദേശീയ പതാക നമ്മൾ കെട്ടിവെച്ചു. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് ഈ കാര്യം പറഞ്ഞത്. അപ്പൊ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ പതാക കെട്ടിടല്ലോ. അതിലൊരു ദരിദ്രനായൊരു മനുഷ്യൻ തന്റെ വീട്ടിന്റെ മുറ്റത്ത് നിന്നൊരു മാധ്യമ പ്രവർത്തകനോട് ചോദിക്കുകയാണ്, തന്റെ വീട് ചൂണ്ടിക്കാട്ടിയിട്ട്, ഈ വീടിന്റെ മുമ്പിൽ ഞാൻ ഈ പതാക കെട്ടണോ? ഒരു ടാർപോളിൻ കൊണ്ട് മറച്ചു വെച്ചൊരു വീട്, വീട് എന്നൊന്നും പറയാൻ സാധിക്കില്ല, അദ്ദേഹത്തിന്റെ ഒരു സങ്കേതം. 6 മക്കളും ഭാര്യയും ഈ ഭർത്താവും അടങ്ങുന്ന ഒരു കുടുംബം ജീവിക്കുന്നത് ടാർപോളിൻ കൊണ്ട് മറച്ചു വെച്ചൊരു കൂടാരത്തിലാണ്. ആ കൂടാരത്തിന്റെ മുമ്പിൽ നിന്ന് ആ മനുഷ്യൻ ചോദിക്കുകയാണ്, ഈ കൂടാരത്തിന്റെ മുമ്പിൽ ഈ രാജ്യത്തിന്റെ ത്രിവർണ്ണ പതാക കെട്ടിയാൽ ആ ചിത്രം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ജനങ്ങൾ കാണും. എന്റെ നാടിനെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ? പ്രിയപ്പെട്ടവരെ, സ്വന്തമായ വീട് എന്ന സ്വപ്നം ആ സാക്ഷാത്കരിക്കുവാൻ വേണ്ടി സാധിക്കാത്ത ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന ജനങ്ങൾ ജീവിക്കുന്ന ഒരു നാടാണ് ഈ രാജ്യം. ആരാ അതിന് ഉത്തരവാദി? സ്വന്തമായൊരു ഭവനം അത് സ്വപ്നം കാണാൻ വേണ്ടി പോലും സാധിക്കില്ല. കേരളത്തിൽ ഇപ്പൊ സ്വപ്നം കാണാൻ വേണ്ടി പറ്റും. കാരണം ലൈഫ് പദ്ധതി ഉള്ളത് കൊണ്ട് നാളെയെങ്കിലും ഈ ലൈഫ് പദ്ധതിയുടെ ലിസ്റ്റിൽ ഇടം പിടിക്കുമെന്നൊരു പ്രതീക്ഷയെങ്കിലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. പക്ഷെ അങ്ങനെ ഒരു പദ്ധതിയും നടപ്പിലാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ തയ്യാറല്ല. അത് മാത്രമല്ല,
ജനങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങളെ പരിഗണിക്കാൻ ഈ രാജ്യത്ത് സർക്കാർ തയ്യാറല്ല. ആ പ്രാഥമിക ആവശ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് ഒരു തൊഴിൽ വേണമെന്ന സ്വപ്നവും. ആ തൊഴിലെന്ന സ്വപ്നവും സാക്ഷാത്കരിക്കാൻ വേണ്ടി തയ്യാറല്ല. സ്വന്തമായി ഭവനം നൽകാൻ വേണ്ടി തയ്യാറല്ല. എന്തിനേറെ പറയുന്നു, ഇനി നാളെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾക്ക് വരെ നിങ്ങൾ GST ചുമത്തുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നുണ്ട്. GST ഇല്ലാത്ത എന്തായിപ്പുള്ളത്? വീട്ടിലേക്ക് ഈ കടയിൽ നിന്ന് നിങ്ങൾ ഏത് സാധനം വാങ്ങിയാലും അതിനെല്ലാം GST കൊടുക്കണ്ടേ? ഒരു കാലത്ത് കരം കൊടുക്കുന്നതിനെതിരായിട്ടുള്ള സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തൊരു മണ്ണാണ് ഈ മണ്ണ്. അന്നത്തെ ജന്മി തമ്പുരാക്കന്മാർ വാങ്ങിയിട്ടുള്ള അതേ കരമാണ് ഇന്ന് GST എന്ന പേരിൽ ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾ സാധാരണക്കാരന് മേലെ അടിച്ചേൽപ്പിക്കുന്നത്. കരം കൊടുത്ത് ജീവിക്കുന്നവരാണ് നാളെ എന്തിനൊക്കെ കരം കൊടുക്കേണ്ടി വരും എന്നതിനെ കുറിച്ച് വല്ലാത്ത ആശങ്ക നമുക്കെല്ലാം ഉണ്ട്. മറുഭാഗത്ത് എന്താ സംഭവിക്കുന്നത്? ഒരു ഭാഗത്ത് സാമ്പത്തിക മേഖലയ്ക്കകത്ത് വലിയ കോർപ്പറേറ്റ് വൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യർ, പാവപ്പെട്ട കർഷകര് മരിച്ചു വീഴുന്നു, പട്ടിണി കിടക്കുന്നു, സമരം ചെയ്യുന്നു. സമരം എന്ന് പറഞ്ഞാൽ 1, 2, 3 ദിവസക്കാലല്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കണ്ടതിന് ശേഷം ഏറ്റവും വലിയ തീവ്രമായ ഒരു കർഷക സമരത്തിന് ഇന്ത്യ സാക്ഷ്യം വഹിച്ചത് ഈ നരേന്ദ്രമോദി ഈ രാജ്യത്ത് ഭരിക്കുമ്പോഴാണ് എന്ന് നമ്മൾ മറക്കാൻ പാടില്ല. എന്താ ആ സമരത്തില് കർഷകർ ഉന്നയിച്ചത്? ജീവിക്കാൻ വേണ്ടിയുള്ള സമരമായിരുന്നു. ആ കർഷകർ നടത്തിയിട്ടുള്ള സമരം നമ്മൾ മറക്കരുത്. അതുപോലെ ഒട്ടേറെ സമരങ്ങൾ ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കാൻ കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് പുറത്തു വന്നു. ആ റിപ്പോർട്ടിൽ ലോകത്ത് പട്ടിണിക്കാരായിട്ടുള്ള രാജ്യങ്ങൾ എങ്ങനെയാണ്, 116 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 101-ാം സ്ഥാനം. 101-ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് കേട്ടോ. ആ 101 കഴിഞ്ഞ് ബാക്കി 15 രാജ്യങ്ങൾ ഏതാണ്? ആ 15 രാജ്യങ്ങൾ എന്നുള്ളത് ഇന്ത്യയിലെ ഏറ്റവും പരമദരിദ്രരായിട്ടുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളാണ്. ഈ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ കൂട്ടത്തിലേക്ക് ഇന്ത്യ മാറിയിരിക്കുന്നു. നിങ്ങൾ കാണുന്നത് പോലെ ലക്ഷങ്ങളുടെ വിലപിടിപ്പുള്ള പട്ടുകുപ്പായം ധരിച്ച് നടക്കുന്ന ഇന്ത്യയിലെ ഈ പ്രധാനമന്ത്രി ഭരിക്കുന്ന ഈ രാജ്യത്ത് പട്ടുകുപ്പായം പോയിട്ട് ഒരു നല്ല വസ്ത്രം പോലും ധരിക്കുവാനില്ലാത്ത അതീവ ദരിദ്രരുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നുള്ള വളരെ ഭീതിതമായിട്ടുള്ള സാമൂഹ്യ സാഹചര്യം പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിലുണ്ട്. കഴിഞ്ഞല്ലോ കോവിഡിന്റെ അസാധാരണമായൊരു സാഹചര്യം. കോവിഡിന്റെ അസാധാരണമായൊരു സാഹചര്യത്തിൽ നമ്മൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ സഹിച്ചു. അങ്ങനെ അസാധാരണമായ സാഹചര്യത്തിലും പട്ടിണി കിടന്ന് മരിക്കാറായ മനുഷ്യരുണ്ട് ഇവിടെ. ഈ രാജ്യത്തുണ്ട് അങ്ങനെയുള്ള ആളുകൾ. അങ്ങനെ ജനങ്ങൾ ജീവിതമാകെ ദുസ്സഹമായപ്പോഴും എന്തുകൊണ്ടാണ് അംബാനിമാർക്ക് അസാധാരണമായ കോവിഡ് സാഹചര്യത്തിലും 1 രൂപയുടെ നഷ്ടം പോലും സംഭവിക്കാതെ കോടിക്കണക്കിന് രൂപയുടെ ലാഭമുണ്ടായത്? പൊതുമേഖലാ ബാങ്കിൽ നിന്നും പണമെടുത്ത് കൊടുക്കുകയാണ്. ആർക്ക്? വായ്പ. ഇരിട്ടിയിലെ, പേരട്ടയിലെ ഏതെങ്കിലും ഒരു കർഷകൻ ഒരു പൊതുമേഖലാ ബാങ്കിൽ പോയി എനിക്ക് കാർഷിക വായ്പ വേണം, എന്നെ സഹായിക്കണം, എനിക്ക് ഈട് വെക്കാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒരു വായ്പ 10,000 രൂപ കൊടുക്കുവാൻ വേണ്ടി ബാങ്കിന് സാധിക്കില്ല. പക്ഷേ ഒരു ഈടുമില്ലാതെ ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയുടെ ഖജനാവിൽ നിന്ന്, പൊതുമേഖലാ ബാങ്കുകളിൽ നിന്ന് വായ്പ അനുവദിച്ച് ഒരു സുപ്രഭാതത്തിൽ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനമെടുക്കുന്നു. ആ വായ്പയെടുത്തതെല്ലാം ഞങ്ങളിതാ ഒറ്റയടിക്ക് നിങ്ങൾ അടക്കണ്ട, തള്ളാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നറിഞ്ഞത്. ഈ വാർത്ത എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല കേട്ടോ. ഈ വാർത്തയൊന്നും ഒരുപക്ഷെ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ഇന്ത്യയിലെ മാധ്യമങ്ങൾ തയ്യാറാവില്ല. നമുക്ക് 10,000 രൂപ വായ്പ തരാൻ വേണ്ടി തയ്യാറല്ല എന്ന് മാത്രമല്ല, കർഷകൻ കടം കൊണ്ട് ജീവിച്ച് ആത്മഹത്യയിലേക്ക് നീങ്ങുമ്പോൾ പോലും ആ കടം എഴുതി തള്ളാൻ വേണ്ടി തയ്യാറാവാത്ത ഒരു സർക്കാർ ഈ രാജ്യത്തെ വൻകിട അംബാനിമാരെ സംരക്ഷിക്കുവാൻ വേണ്ടി കോടിക്കണക്കിന് രൂപയുടെ വായ്പയും സബ്സിഡിയും നൽകുവാൻ വേണ്ടി തയ്യാറാകുമ്പോൾ
പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർക്കുക, ഈ വൻകിട കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് ഇവർ ഭരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുവാൻ വേണ്ടി തെരഞ്ഞെടുത്ത ഒരു ഗവൺമെന്റ് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രം ഭരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ രാജ്യത്തിന്റെ എല്ലാ ജനാധിപത്യത്തെയും എല്ലാ മതനിരപേക്ഷമായ നിലപാടുകളെയും ഇല്ലാതാക്കുവാൻ വേണ്ടിയുള്ള സാമൂഹ്യപരമായ ഇടപെടൽ കൂടി അവർ നടത്തുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമല്ലേ? ആരാണ് ഗാന്ധിയെ വെടിവെച്ചു കൊന്നത് എന്ന ചോദ്യത്തിന് നമ്മുടെ നാട്ടിൽ തിരിച്ചറിവുള്ള ഏത് കുഞ്ഞും പറയുന്ന ഒരു ഉത്തരമുണ്ട്. ഗാന്ധിയെ വെടിവെച്ചു കൊന്നത് നാഥുറാം വിനായക് ഗോഡ്സെയാണ്. നാഥുറാം വിനായക് ഗോഡ്സെയാണ് ഗാന്ധിയെ കൊന്നത് എന്ന് അറിയാത്ത കുഞ്ഞുങ്ങൾ ഈ നാട്ടിലില്ല. പക്ഷേ 10-20 വർഷം കഴിഞ്ഞാൽ BJPയുടെ ഗവൺമെന്റ് തന്നെയാണ് ഈ രാജ്യം ഭരിക്കുന്നതെങ്കിൽ നാളെ പാഠപുസ്തകത്തിൽ വെണ്ടക്കാക്ഷരത്തിൽ എഴുതി വെക്കുവാൻ വേണ്ടി പോകുന്നത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് കൊല്ലപ്പെട്ടതല്ല, മറിച്ച് സ്വയം കുത്തിമരിച്ചതാണ് എന്ന് നാളെ പാഠപുസ്തകങ്ങളിൽ ഈ BJPക്കാരൻ എഴുതി പഠിപ്പിക്കും. ഗാന്ധിയെ കൊന്നതിന്റെ എല്ലാ രേഖകളും, ഇന്ത്യൻ പാർലമെന്റിന്റെ എല്ലാ രേഖകളും ഒഴിവാക്കാൻ വേണ്ടി, മാറ്റാൻ വേണ്ടിയുള്ള രഹസ്യമായിട്ടുള്ള നീക്കങ്ങൾ നടക്കുകയാണ്. ഇന്ത്യയിൽ ചരിത്ര പ്രസിദ്ധങ്ങളായിട്ടുള്ള ഒട്ടേറെ യൂണിവേഴ്സിറ്റികളുണ്ട്, സർവകലാശാലയുണ്ട്. ഈ സർവകലാശാലയിലെ ലൈബ്രറികൾ എന്തിനാണ് എത്രയും പെട്ടെന്ന് പുനരുദ്ധരിക്കണമെന്ന തീരുമാനം ഈ സർക്കാർ എടുക്കുന്നത്? ലൈബ്രറികൾ, ആ ലൈബ്രറിയിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട്, ലൈബ്രറിയിൽ ഒരുപാട് ചരിത്രരേഖകളുണ്ട്. ചരിത്രരേഖകളെ എന്തിനാണ് BJPക്കാർ ഭയക്കുന്നത്? ചരിത്രരേഖയിൽ അവർക്കറിയാം, ഈ രേഖ ഇന്ന് നാളെയുമായി വരുന്ന ഒരു തലമുറ പഠിച്ചാൽ ആ തലമുറ പറയുന്നൊരു കാര്യമുണ്ട്, ഈ നാടിന്റെ പോരാട്ടത്തിൽ, ഈ നാട് ഇങ്ങനെയാവുന്നതിൽ, ബ്രിട്ടീഷുകാരന്റെ കയ്യിൽ നിന്നും ഈ നാടിനെ തിരിച്ചു പിടിക്കുന്നതിൽ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഉൾപ്പെടെ ഈ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കോ അതിന്റെ നേതാക്കന്മാർക്കോ ഒന്ന് വഴിപോയ ബന്ധം പോലുമില്ല എന്ന് ചരിത്രരേഖകൾ വർത്തമാനകാലത്ത് ഒരു സമൂഹത്തെ പഠിപ്പിക്കുമെന്ന് അവർക്ക് നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് ചരിത്രരേഖകൾ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു. ചരിത്രം തന്നെ തിരുത്തുക എന്ന് മാത്രമല്ല, ചരിത്രരേഖകൾ തീയിട്ട് നശിപ്പിക്കുവാൻ വേണ്ടി തീരുമാനിക്കുന്നു. നിങ്ങൾ നോക്കൂ, പാർലമെന്റിനകത്ത് ഏതൊക്കെ വാക്കുകൾ ഉച്ചരിക്കണമെന്ന് തീരുമാനിക്കുന്നു. എന്ത് ജനാധിപത്യമാണ് ഇവിടെ ഉള്ളത്? വഞ്ചന എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ല, അഴിമതി എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഇത്തരം വാക്കുകളൊക്കെ ഇന്ത്യയുടെ പാർലമെന്റ് സമ്മേളനത്തിൽ നിഷേധിക്കുകയാണ്. ഏകാധിപത്യപരമായ ചില തീരുമാനങ്ങൾ ഈ സർക്കാർ എടുക്കുന്നു. ശക്തമായ പ്രതിഷേധം വേണ്ടേ? നല്ല പ്രതിഷേധം മാത്രമല്ല, ഈ രാജ്യത്തെ ജനങ്ങളെല്ലാം ഉണർന്നെഴുന്നേറ്റ് സടകുടഞ്ഞെഴുന്നേറ്റ് സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട ഒരു കാലം, പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞിരിക്കുന്നു. അവസാനം വന്ന 2 പ്രസ്താവനകൾ എന്താ? ഒരു പ്രസ്താവന, ഹിന്ദി അറിഞ്ഞിരിക്കണം. എന്തിന്? കേന്ദ്ര സർക്കാർ ജോലി വേണോ? ഹിന്ദി ഭാഷ അറിയുന്നവർക്ക് മാത്രമാണ് ഈ കേന്ദ്ര സർക്കാർ ജോലി നൽകുക എന്നുള്ളതാണ്. ഹിന്ദി രാഷ്ട്രഭാഷയാണ്, തർക്കമൊന്നുമില്ല. ഹിന്ദി പഠിക്കണം, ആ കാര്യത്തിലും തർക്കമില്ല. എല്ലാ ഭാഷയോടും ആ ഭാഷയോടുള്ള എല്ലാ സ്നേഹവും ബഹുമാനവും നമുക്കെല്ലാം ഉണ്ട്. മറ്റ് രാജ്യങ്ങളെ പോലെയാണോ നമ്മുടെ രാജ്യം? ഇന്ത്യ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു വൈവിധ്യപൂർണമായ സംസ്കാരമുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള ഭാഷകൾ, വ്യത്യസ്തമായിട്ടുള്ള ജാതി, വ്യത്യസ്തമായിട്ടുള്ള മതവിശ്വാസങ്ങൾ, വ്യത്യസ്തമായ സംസ്കാരങ്ങൾ. നാനത്വത്തിൽ ഏകത്വം എന്ന് ഇന്ത്യയെ വിശേഷിപ്പിക്കുന്നതിന്റെ കാരണം അതാണല്ലോ. അങ്ങനെ വ്യത്യസ്തമായ സംസ്കാരത്തിലും ജീവിതത്തിലും സൗഹാർദ്ദത്തിലും ഊന്നി ജീവിക്കുന്ന ഈ രാജ്യത്തെ ജനങ്ങളോട് നിങ്ങൾ ഇനി ഹിന്ദി സംസാരിച്ചാൽ മതി എന്ന് പറയുന്ന ധാർഷ്ട്യമുണ്ടല്ലോ, ആ ധാർഷ്ട്യത്തെ അംഗീകരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുമോ? ഹിന്ദി നമ്മൾ പഠിക്കുകയൊക്കെ വേണം, അതിലൊന്നും തർക്കമൊന്നുമില്ല. പക്ഷെ അത് അറിഞ്ഞാൽ മാത്രമേ ഇതാ ജോലി കൊടുക്കാൻ സാധിക്കുന്ന തീരുമാനത്തോടൊന്നും യോജിക്കാൻ ഡിവൈഎഫ്ഐക്ക് സാധിക്കില്ല. ഈ നാട്ടിലെ ഒരു പുരോഗമന പ്രസ്ഥാനത്തിനും അതിനോട് യോജിക്കാൻ വേണ്ടി സാധിക്കില്ല. മറ്റൊരു ഭാഗം എന്താണ്?
മറ്റൊരു ഭാഗം പറയുന്നത് എന്താണെന്നറിയാം, ഇവിടുത്തെ ജനസംഖ്യയുടെ വർധനവിനെ കുറിച്ചിട്ടാണ്. വിജയദശമി ദിനത്തിൽ BJP RSSന്റെയും ചില കേന്ദ്രമന്ത്രിമാരുടെയും പ്രസ്താവന വരികയാണ്. ഇവിടെ ജനസംഖ്യയുടെ കാര്യത്തിൽ ചില അസന്തുലിതാവസ്ഥ നിലനിൽക്കുകയാണ്. അവർ പറഞ്ഞതിന്റെ ഉള്ളടക്കത്തിലൂടെ പറഞ്ഞ കാര്യം എന്താണ്? ഹൈന്ദവ മത വിശ്വാസിയുടെ ജനസംഖ്യയിൽ കുറവ് വരുന്നു, ഇസ്ലാം മത വിശ്വാസികൾ ജനസംഖ്യയിൽ കൂടുന്നു, ക്രൈസ്തവ മത വിശ്വാസികൾ കൂടുന്നു. അതായത് ഇന്ത്യ എന്നുള്ളത് ഒരു ഹൈന്ദവ രാഷ്ട്രമാണ്. ആ ഹൈന്ദവ രാഷ്ട്രത്തിൽ ഇങ്ങനെ മറ്റ് ഇതര മതത്തിൽപ്പെട്ടവരുടെ ജനസംഖ്യ വർദ്ധിച്ചാൽ അത് അപകടമല്ലേ എന്ന ഒരൊറ്റ വാക്ക് പറയുകയും രാജ്യത്ത് വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരാമർശങ്ങൾ മനഃപൂർവ്വം ഇവിടെ നടത്തല്ലേ? യഥാർത്ഥ വസ്തുത മറച്ചു വെച്ചുകൊണ്ടാണ് ഈ കാര്യം ഇവർ പറയുന്നത്. ഒരു ഹിന്ദുക്കളും അവരുടെ ഏതെങ്കിലും തരത്തിൽ ജനസംഖ്യയിൽ കുറവ് വന്നിട്ടുണ്ടോ? ഇല്ല. മുസ്ലിങ്ങളുടെ ജനസംഖ്യയിൽ വർധനവ് വന്നിട്ടുണ്ടോ? ഇല്ല. ഏത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞത്? ഇവർ ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യം പറഞ്ഞത്? 2021 നടത്തുന്ന സെൻസസ്, ആ സെൻസസ് നിങ്ങൾ നടത്തിയിട്ടുണ്ടോ? ആ സെൻസസ് നടത്താൻ നിങ്ങൾ എന്തിന് ഭയക്കുന്നു? സെൻസസ് നടത്തിയിട്ട് പറയട്ടെ, എത്ര ആളുകളുടെ ജീവിതത്തിൽ ജനസംഖ്യയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്? കോവിഡിന്റെ അസാധാരണമായ സാഹചര്യമുണ്ട് എന്നാണെന്ന് പറഞ്ഞത്. കോവിഡിന്റെ അസാധാരണമായ സാഹചര്യത്തെ അതിജീവിച്ചു നമ്മളിപ്പോ. എന്നിട്ട് പോലും ഇന്ത്യയിൽ ഭരണഘടനാപരമായ ഒരു ഗവൺമെന്റ് നിർവഹിക്കേണ്ട ഒരു ചുമതലയാണ് ആ രാജ്യത്ത് 10 വർഷം കൂടുമ്പോ സെൻസസ് നടപ്പിലാക്കണം എന്നുള്ളത്. ആ സെൻസസ് നടപ്പിലാക്കാൻ വേണ്ടി ഇതുവരെ പ്രാഥമികമായ പ്രവർത്തനങ്ങൾ പോലും നടത്തുവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഈ നിമിഷത്തിൽ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, ഇതുപോലെ ചില ജനാധിപത്യ വിരുദ്ധമായ മതനിരപേക്ഷതയ്ക്ക് ഇളക്കം തട്ടുന്ന ചില പ്രസ്താവനകൾ നടത്തി ആശങ്കയുണ്ടാക്കുന്ന സമീപനങ്ങളാണ് ഈ നേതാക്കന്മാർ ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്, ഞാൻ ഈ പരിപാടിയിലേക്ക് വരുന്നതിന് മുമ്പ് എന്റെ ഓഫീസിലേക്ക് കുറച്ച് ചെറുപ്പക്കാർ വന്നു. തലശ്ശേരിയിൽ നിന്നും ലഡാക്കിലേക്ക് 10ഓളം വരുന്ന യുവാക്കൾ സഞ്ചരിക്കുകയാണ്. അവർ ബൈക്ക് യാത്ര നടത്തുകയാണ്. ആ ബൈക്ക് യാത്രയിൽ അവർ മുന്നോട്ട് വെച്ചൊരു മുദ്രാവാക്യം, ലഹരി വിരുദ്ധ സന്ദേശം ഉയർത്തിക്കൊണ്ട് ഈ രാജ്യത്ത് നടത്തുന്ന ഒരു ബൈക്ക് യാത്രയാണ് ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് പുറപ്പെടുകയാണെന്ന് ആ ചെറുപ്പക്കാർ പറഞ്ഞു. അവർക്ക് ഹസ്തദാനം നടത്തി തിരിച്ച് അവരെ ലഡാക്കിലേക്ക് സുരക്ഷിതമായി ഒരു ലെറ്റർ പാഡിനകത്ത് കൃത്യമായി എഴുതി വെച്ചു കൊടുത്ത് കയ്യിലേക്ക് എത്തിക്കുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, മക്കളെ, കേരളത്തിൽ കണ്ണൂരിൽ നിന്ന് തലശ്ശേരിയിൽ നിന്ന് കണ്ണൂരിലേക്കും കണ്ണൂരിൽ നിന്ന് കാസർഗോഡേക്കും നിങ്ങൾ യാത്ര ചെയ്തു പോയതുപോലെ കാസർഗോഡ് കഴിഞ്ഞ് കർണാടകയിൽ നിന്ന് ലഡാക്കിലേക്ക് നിങ്ങൾ എത്തുമ്പോ വ്യത്യസ്ത സംസ്ഥാനങ്ങൾ നിങ്ങൾ കാണുമ്പോ അവിടെയെല്ലാം കേരളത്തിൽ നിങ്ങൾ കാണുന്നത് പോലെയുള്ള ദൃശ്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കരുത്. കേരളത്തിൽ നിങ്ങൾ സ്വീകരിച്ചതുപോലെ അവിടെയെല്ലാം സ്വീകരിച്ചു എന്ന് നിങ്ങൾ കരുതണ്ട. കയ്യിൽ ഏത് മതമാണ് എന്ന് തെളിയിക്കുന്ന ആധാർ കാർഡുമായി സഞ്ചരിക്കേണ്ട ഒരു കാലമാണിന്ന്. ഓരോ സംസ്ഥാനത്തും എത്തുമ്പോ ഇസ്ലാമിന്റെ വിശ്വാസിയാണെങ്കിൽ താമസിക്കുവാൻ വേണ്ടി നിനക്ക് ഫ്ലാറ്റ് നൽകില്ല. ഇസ്ലാമിന്റെ വിശ്വാസിയാണെങ്കിൽ താമസിക്കാൻ നിങ്ങൾക്ക് ഹോട്ടൽ നൽകില്ല. ഒരു വീട് വാടകയ്ക്ക് എടുക്കാൻ വേണ്ടി വന്നാൽ നിങ്ങൾ ഇസ്ലാമിക വിശ്വാസിയാണെങ്കിൽ ബീഫ് നിങ്ങൾ ഉണ്ടാക്കില്ല എന്ന് എഴുതി തരണം. ഇതല്ലേ പലയിടത്തും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്? അപകടകരല്ലേ ഇങ്ങനെയുള്ള ചിന്തകൾ? ഇതാരാണ് പ്രോത്സാഹിപ്പിക്കുന്നത്? നമ്മുടെ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും മതനിരപേക്ഷതയും ചോദ്യം ചെയ്യുന്ന അനേകായിരം അനുഭവങ്ങൾ ഈ ജനാധിപത്യ ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിനെയെല്ലാം ചോദ്യം ചെയ്യാൻ, അതിനെല്ലാം ഇതിനെ പ്രതിഷേധിക്കാൻ ഇടത് യുവജന സംഘടനകളില്ലാതെ മറ്റാരും രംഗത്ത് വരും? ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധി ചോദിക്കുമോ ഈ ചോദ്യം? നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ ആ ചോദ്യം? ആ ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. കാരണം ഈ ജോഡോ യാത്രയിൽ ഈ പറയുന്ന കോൺഗ്രസിന്റെ പതാക പിടിച്ച് നടന്നവർ ഒരു സംസ്ഥാനം വിട്ട് മറ്റൊരു സംസ്ഥാനത്തേക്ക് കടക്കേണ്ടതില്ല. ഒരു ജില്ല വിട്ട് മറ്റൊരു ജില്ലയിലേക്ക് കടക്കുമ്പോ പാർട്ടി മാറുന്ന സംസ്കാരമാണ് ഈ കോൺഗ്രസിനുള്ളത്. എറണാകുളത്ത് ജോഡോ യാത്രയെ സ്വീകരിച്ച്
തൊട്ടടുത്ത ജില്ലയിലേക്ക് കടന്നു വരുമ്പോ ഇതാ ഞാൻ BJP-യിലേക്ക് പോയി എന്നുള്ളതാ ഒരു കോൺഗ്രസിന്റെ നേതാവ് പ്രസ്താവിച്ചത്. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP-യാണ്. ഇന്ത്യൻ പാർലമെന്റിന്റെ അകത്തിരിക്കുന്ന 128 MP-മാർ കോൺഗ്രസുകാർക്ക് വേണമെങ്കിൽ ഞങ്ങൾ വിരൽ ചൂണ്ടിക്കാണിച്ച് എണ്ണിത്തരാം. ആ 128 ഇന്ന് BJP-യുടെ MLA-മാരായി ഇന്ത്യൻ പാർലമെന്റിൽ ഇരിക്കുന്ന മാന്യന്മാർ, മാന്യ വ്യക്തികൾ, മുൻപ് കോൺഗ്രസിന്റെ കേന്ദ്രമന്ത്രിമാരായിരുന്നവരും മുൻപ് കോൺഗ്രസിന് വിവിധ സംസ്ഥാനങ്ങളിൽ നേതൃത്വം കൊടുത്തവരും മുഖ്യമന്ത്രിമാർ പോലും ആയിരുന്നവരാണ് ഇന്ന് BJP-യുടെ MP ആയിട്ട് ഇന്ത്യൻ പാർലമെന്റിൽ ഇരിക്കുന്നത്. കേരളത്തിൽ ജോഡോ യാത്ര നടത്തി ഏത് പാർട്ടിക്കും നടത്താം ജാഥ. പക്ഷെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിങ്ങൾ ജാഥ നടത്തണം, നിങ്ങൾ നടത്തണം. എത്ര സംസ്ഥാനങ്ങളിൽ പോകുമെന്ന് നമുക്ക് നോക്കാലോ. പക്ഷെ എന്താണെന്നറിയില്ല, കോൺഗ്രസിന് മൊത്തത്തിൽ കഷ്ടകാലാണ്. നിങ്ങൾ നോക്കൂ, ഇന്ന് കേരള പോലീസ് ഒരാളെ ഇപ്പൊ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ആരാത്? കോൺഗ്രസിന്റെ MLA, യുവ MLA, കോമളൻ, സുന്ദരൻ, മാന്യൻ എന്നൊക്കെയാണല്ലോ തെരഞ്ഞെടുപ്പ് സമയത്ത് വണ്ടക്കാക്ഷരത്തില് എഴുതി വെച്ചത് കോൺഗ്രസ്. ഒരു MLA കാണാനില്ല. MLA ഒളിച്ചോടിയതല്ല കേട്ടോ. MLA-ക്ക് അറിയാം എന്തോ കുന്നംപള്ളി എന്ന് പറയുന്ന ആഭാസനറിയാം കേരളത്തിന് കാലുകുത്തിയാൽ മലയാളികൾ നല്ല രീതിയിൽ അദ്ദേഹത്തിന് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ അദ്ദേഹം ചെയ്തത്? ഒരു സ്ത്രീയുമായി സ്ത്രീകളുമായി സൗഹൃദം സ്ഥാപിക്കുന്നതൊന്നും ഒരു തെറ്റല്ല. പ്രത്യേകിച്ച് കോൺഗ്രസുകാരാണെങ്കിൽ ഈ സൗഹൃദം ചിലപ്പോൾ കൂടും. അങ്ങനെയാണ് അവരുടെ പാരമ്പര്യം. ആ സൗഹൃദമുള്ളൊരു സ്ത്രീയെ പിന്നീട് ആ സ്ത്രീ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ വളരെ ഭീകരമാണ്. 7 തവണയോ മറ്റാണ് പീഡിപ്പിച്ചെന്ന് മാത്രമോ. കോവളത്ത് ആത്മഹത്യ മുനമ്പിന്റെ അവിടെ കൊണ്ടുപോയിട്ട് ഈ പെൺകുട്ടിയെ തല്ലാണ് പരസ്യമായിട്ട്. CCTV ദൃശ്യങ്ങളുണ്ട്. MLA ഒരു സ്ത്രീയെ പരസ്യമായി കോവളത്ത് ആത്മഹത്യ മുനമ്പിന് സമീപത്ത് വെച്ച് തല്ലിയപ്പോ നാട്ടുകാർ ഓടിക്കൂടി. നാട്ടുകാർ ചോദിച്ചു, എന്താണ് ഈ ബഹളം, എന്തിനാണ് ഈ സ്ത്രീയെ തല്ലുന്നത്? അപ്പൊ മഹാമാന്യൻ എൽദോ കുഞ്ഞി പറയാണ്, എന്റെ ഭാര്യയാണിത്, ഞങ്ങളൊരു യാത്രക്കിടെ വഴക്കിട്ടതിന്റെ ഭാഗമായിട്ടുള്ള തല്ലാണ്. ഇങ്ങനെയാണല്ലോ പറഞ്ഞത്. ഒരു സ്ത്രീയെ പരസ്യമായി തല്ലുന്നു. ആ സ്ത്രീ അവസാനം ഭയന്നുപോയി, നാട് വിട്ടു, തമിഴ്നാട്ടിലേക്ക് പോയി. പിന്നീടാണ് സ്ത്രീ പരാതി കൊടുത്തപ്പോ സ്ത്രീ പറയണം, മദ്യപിച്ച് ലെക്ക് കെട്ടാൽ തല്ലും, അസഭ്യം പറയും, വഴക്ക് പറയും. ഇത് കഴിഞ്ഞതിന് ശേഷം വീഡിയോ വന്നു കേട്ടോ. ഒരു വിവാഹ വീട്ടിൽ MLA-യുടെ ആഭാസ നൃത്തം. എന്താ നൃത്തം? സാധാരണ നൃത്തം ചെയ്യുന്നതും സംഗീതം കേൾക്കുന്നതും ഒന്നും ഒരു തെറ്റല്ലല്ലോ. നൃത്തത്തിനിടയിൽ കൂടെ നൃത്തം ചെയ്യുന്ന ഒരു സ്ത്രീയുടെ പുറകെ ഓടിപ്പോയി ആ സ്ത്രീയെ കയറി പിടിക്കാൻ ശ്രമിക്കുകയാണ്. എൽദോ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ MLA, UDF-ന്റെ MLA-യുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന ആ സ്ത്രീയുടെ ചിത്രം വന്നിട്ട് പോലും ഇതാ പ്രിയപ്പെട്ടവരെ, KPCC-യുടെ നേതാവ് പറയാണ്, തെളിവില്ല എന്തോ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും ചെയ്തു എന്നതിന്. ഒരു പെൺകുട്ടി കേരളത്തിലെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നു നിന്ന് പറയാണ്, 7 തവണ എന്നെ പീഡിപ്പിച്ചു, എന്റെ വീട്ടിൽ വന്ന് ബഹളം വെച്ചു, എന്റെ നാട്ടുകാരുടെ മുമ്പിലിട്ട് തല്ലി, ഡിജിറ്റൽ തെളിവ് വേണമെങ്കിൽ ഞങ്ങൾ തരാം. നാട്ടുകാർ നോക്കി നിൽക്കുന്ന MLA ഒരു സ്ത്രീയെ തല്ലുന്നു. എന്നിട്ടും നാണമില്ലാത്ത കോൺഗ്രസ് പറയാണ്, തെളിവില്ല. ഇനി എന്ത് തെളിവാ നിങ്ങൾക്ക് വേണ്ടത്? MLA ഒളിവിലാണ്. VD സതീശൻ പറയാണ്, MLA എവിടെയാണ് എന്ന് ഞങ്ങൾക്കറിയില്ല. കേരള പോലീസ് ഇറങ്ങുന്നുണ്ട്. MLA രാഹുൽ ഗാന്ധിയുടെ ഒക്കത്താണെങ്കിൽ പോലും കേരള പോലീസ് എൽദോ കുന്നംപള്ളി എന്ന് പറയുന്ന ആഭാസനെ അടുത്ത മണിക്കൂറിനുള്ളിൽ പൊക്കും. ഒരു സംശയം ആർക്കും വേണ്ട. ഇത് കേരള പോലീസാണ്. പിണറായി വിജയൻ ഗവൺമെന്റ് വന്നതിന് ശേഷം പ്രത്യേകിച്ചും സ്ത്രീകളുടെ കാര്യത്തിൽ അതിന് ഏത് MLA ആയാലും
ഏത് സൂപ്പർ സ്റ്റാർ ആയാലും, ഏത് നേതാവായാലും, ആരായാലും ഏതെങ്കിലും തരത്തിൽ അപമര്യാദയായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ നിലപാടുകൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് എടുത്തിട്ടുണ്ട്. ആ നിലപാട് തന്നെയാണ് UDFന്റെ MLA കാര്യത്തിലും എടുക്കാൻ വേണ്ടി പോകുന്നത്. കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു പ്രതീക്ഷ ആർക്കും വേണ്ട. പഴയ നമ്മുടെ നാട്ടിലെ കോൺഗ്രസ്സുകാരൊക്കെ ഉണ്ടാകും, അവരോട് ഞങ്ങൾക്ക് ഏറെ ബഹുമാനമുണ്ട്. കാരണം അവരെങ്ങനെയാണ് കോൺഗ്രസ് ആയത്? അവരുടെ കോൺഗ്രസ് ആരുടെ കോൺഗ്രസ്സാണ്? അവരുടെ മനസ്സിൽ ഇപ്പോഴുമുള്ള കോൺഗ്രസ് എന്ന് പറയുന്നത് നെഹ്റുവിന്റെ കോൺഗ്രസ് ആണ്. ആ നെഹ്റുവിന്റെ കോൺഗ്രസ് മരിച്ചു കഴിഞ്ഞു. ഇപ്പോഴുള്ള കോൺഗ്രസ് ഏതാ? സ്വന്തമായി നേതൃത്വം പോലും ഇല്ലാത്ത കോൺഗ്രസ്, ദേശീയ തലത്തിൽ നയിക്കുവാൻ വേണ്ടി പോലും ഇല്ലാത്ത കോൺഗ്രസ്. ആ കോൺഗ്രസിൽ നിന്ന് ഈ രാജ്യത്തെ രക്ഷിക്കുമെന്ന എന്തെങ്കിലും പ്രതീക്ഷ നമുക്കുണ്ടോ? ഒരു പ്രതീക്ഷയുമില്ല. ജോഡോ യാത്രയല്ല, അതിനപ്പുറത്തേക്ക് ഏത് യാത്ര നടത്തിയാലും രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും കോൺഗ്രസിനെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി സാധിക്കാത്ത വിധത്തിലുള്ള അപകടത്തിലേക്ക് കോൺഗ്രസ് നീങ്ങിയിരിക്കുകയാണ്. ഒരിക്കലും രക്ഷപ്പെടുത്താൻ പറ്റില്ല. നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത് ഒരിടതുപക്ഷം ഈ രാജ്യത്ത് BJP വർഗീയ ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു വലിയ മഹാസഖ്യം ഈ രാജ്യത്ത് വരണമെന്നാണ്. ഒരു വർഷം കഴിഞ്ഞാൽ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടല്ലോ. ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ രാജ്യത്തിന് ജനങ്ങൾ മാറി ചിന്തിക്കും. പാട്ടുപാടി വോട്ട് വാങ്ങി ഇന്ത്യൻ പാർലമെന്റിനകത്ത് പോയി ഡാൻസ് കളിച്ച് തിരിച്ചു വരുന്നതല്ല ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വം. ഈ കഴിഞ്ഞ 4 വർഷക്കാലത്തിനുള്ളിൽ ഈ രാജ്യത്തെ ജനങ്ങൾക്കെതിരെ എന്തൊക്കെ രീതിയിലുള്ള തീരുമാനങ്ങളും നയങ്ങളും കൊണ്ടുവന്നപ്പോ അതിലൊന്നും ചോദ്യം ചെയ്യാതെ കുത്തിയിരുന്ന് കോട്ടനോട് ചോന്തിനെ പോലെ കുത്തിയിരുന്ന് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന കോൺഗ്രസിന്റെ MP-മാരുണ്ട്. അവരൊക്കെ മറുപടി പറയണം. ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വരും തെരഞ്ഞെടുപ്പ് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ? അതിനു മുമ്പ് ഇന്ത്യയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന MP-മാർ ആരാ? നമ്മുടെ ഈ കേരളത്തിലെ MP-മാരാ, ഇടതുപക്ഷത്തിന്റെ MP-മാരാ. MP രാജേഷ് MP ആയിരുന്നല്ലോ, PK ബിജു MP ആയിരുന്നല്ലോ, PK ശ്രീമതി ടീച്ചർ MP ആയിരുന്നല്ലോ. അന്ന് ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഏറ്റവും ശക്തമായ പ്രതിഷേധങ്ങളും അതോടൊപ്പം തന്നെ ഈ നാടിന് വേണ്ടി ശബ്ദിച്ചവർ അവരായിരുന്നു. അവരെയെല്ലാം പരാജയപ്പെടുത്തിപ്പോയ മഹതിമാരുണ്ട്, മഹാന്മാരുണ്ട്. ആ മഹാന്മാരും തങ്ങൾ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കേണ്ട ഒരു സമയം വന്നിരിക്കുകയാണ്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ തെറ്റു ജനങ്ങൾക്ക് സംഭവിച്ചു. ഇനിയെങ്കിലും നമുക്ക് മാറ്റണ്ടേ? കോൺഗ്രസിന് ചില ഭീതിയൊക്കെ ഉണ്ട്, BJPക്ക് ഭീതിയുണ്ട്. എന്താ? കേരളത്തിലെ സർക്കാർ ഇങ്ങനെ വികസന പരിപാടികളൊക്കെ നടത്തിയ അടുത്ത തെരഞ്ഞെടുപ്പില് ഈ ജനങ്ങളൊക്കെ കൂടി ഇടതുപക്ഷത്തിൽ വോട്ട് ചെയ്ത എന്താ ചെയ്യാൻ പറ്റുക? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി കുപ്പായിട്ട് വന്നവരല്ലേ പല കോൺഗ്രസിന്റെ നേതാക്കന്മാരും. മുഖ്യമന്ത്രിയാവാൻ പറ്റിയില്ല, മന്ത്രിമാരാവാൻ പറ്റിയില്ല. കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് തുടർച്ചയായി അധികാരത്തിൽ വന്നു. നമ്മൾ നടപ്പിലാക്കുന്ന വികസന പദ്ധതി, റോഡായാലും പാലമായാലും ഏത് വികസന പദ്ധതി ആയാലും അസൂയാവഹമായ നേട്ടാടി കേരളം കൈവരിക്കാൻ വേണ്ടി പോകുന്നത്, കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അസൂയാവഹമായിട്ടുള്ള നേട്ടം അത് കോൺഗ്രസിനെയും രാഷ്ട്രീയ എതിരാളികളെയും വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്, അലോസരപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ചില മാധ്യമങ്ങളെയെല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് ഇടതുപക്ഷ വിരുദ്ധമായ നുണകൾ പടച്ചുണ്ടാക്കി ചാനൽ ചർച്ചകൾ നടത്തിയിട്ട് നമുക്കെതിരായ ഒരു വികാരം, ജനങ്ങൾക്കിടയിൽ ഇടതുപക്ഷത്തിനെതിരായ ഒരു വികാരം ഉണ്ടാക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. ആ വികാരത്തിനൊപ്പം വിവേകമുള്ള ജനങ്ങൾ ഒരിക്കലും പോകാൻ പാടില്ല. കേരളത്തിലെ യുവാക്കൾ അത് ഈ സർക്കാരിനൊപ്പം കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനുള്ളിൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകിയത്. സർക്കാർ സർവീസിൽ മാത്രമല്ല കേട്ടോ. ഇവിടെ എങ്ങനെയാ
ലക്ഷം സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള പദ്ധതിയാണ്. മുമ്പൊക്കെ നമ്മുടെ നാട്ടിലൊരു സംരംഭം ആരംഭിക്കണമെന്ന് തോന്നിയാൽ പഞ്ചായത്തിൽ പോകും. പഞ്ചായത്തിൽ പോയിട്ട് സംരംഭം എന്തേലും സഹായം തരുമോ ചോദിച്ചു. ചിലപ്പോൾ കിട്ടില്ല. ഒരു ലൈസൻസ് എടുക്കാൻ ഒരുപാട് എത്ര മാസം കയറി ഇറങ്ങണം. ഈ സർക്കാർ വന്നതിന് ശേഷം എന്താ മാറ്റം? നമ്മുടെ വീട്ടിലേക്ക് ആൾ ചോദിച്ചു വരികയാണ്, എന്തെങ്കിലും സംരംഭം നിങ്ങൾ തുടങ്ങുന്നുണ്ടെങ്കിൽ സഹായം തരാട്ടോ. 20 ലക്ഷം രൂപയുടെ വായ്പ ഒരു പദ്ധതി തുടങ്ങാൻ. 20 ലക്ഷം രൂപയുടെ വായ്പ ഒരു ചെറുപ്പക്കാരനെടുത്താൽ 7 ലക്ഷം രൂപയാണ് സർക്കാർ സബ്സിഡിയായി അവർ കൊടുക്കുന്നത്. നിങ്ങൾ 13 ലക്ഷം രൂപ അടച്ചാൽ മതി. നമ്മുടെ വ്യവസായ വകുപ്പ് ഓഫീസ് ഉണ്ടല്ലോ കണ്ണൂര്, അവിടെ വന്നാൽ മതി. അങ്ങനെ ഏതെങ്കിലും സംരംഭം തുടങ്ങേണ്ട ആളുകളുണ്ടെങ്കിൽ നല്ല പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാവും. ഏത് സംരംഭവും തുടങ്ങാം. നിങ്ങൾ എത്രയാണോ പ്രൊജക്ട് കോസ്റ്റ്, അതിന്റെ 35% സർക്കാരാണ് ആ പണം ചെലവഴിക്കാൻ വേണ്ടി പോകുന്നത്. ലക്ഷക്കണക്കിന് സംരംഭം, 2000-ഓളം സംരംഭം ഇതിനകം ഇവിടെ ആരംഭിച്ചു. 2000 സംരംഭം ആരംഭിക്കുമ്പോൾ അതിന്റെ ഭാഗമായി 100 കണക്കിന് ആളുകൾക്ക് തൊഴിൽ ലഭിക്കുകയാണ്. PSC പോയി സർക്കാർ സർവീസിൽ മാത്രമല്ല തൊഴിൽ. ഇപ്പൊ സർക്കാർ സർവീസിൽ ഒരു മാസം വാങ്ങുന്ന ശമ്പളം ഒരാൾ 50,000 രൂപയാണെങ്കിൽ ഒരു സംരംഭകന് ഒരു മാസം 1 ലക്ഷം വരുമാനം കിട്ടുന്ന രീതിയിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ സർക്കാരിന്റെ സമീപനം. ഇതാണ് വികസന പദ്ധതി. ഇങ്ങനെയാണ് ചെറുപ്പക്കാരുടെ കൂടെ നിൽക്കേണ്ടത്. അതുകൊണ്ടാണ് കേരളത്തിലെ യുവജനങ്ങൾ ഈ നാട്ടിന്റെ സർക്കാരിന്റെ കൂടെയാണ് എന്ന് പറയുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വലിയ പ്രചരണമാണ് DYFI നടത്തുന്നത്. 2 ദിവസം ഈ ഇരിട്ടിയുടെ വിവിധ മേഖലയിൽ, ഈ മലയോര മേഖലയിൽ DYFIയുടെ ഇരിട്ടി ബ്ലോക്ക് സെക്രട്ടറി ആയിട്ടുള്ള സിദ്ധാർത്ഥ് നയിക്കുന്ന ജാഥ, 100 കണക്കിന് യുവാക്കൾ അണിനിരക്കുന്ന ജാഥ, വിവിധ കേന്ദ്രങ്ങളിലെ അവർക്കുള്ള സ്വീകരണങ്ങൾ, ആ സ്വീകരണ കേന്ദ്രങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ അവിടെ പ്രസംഗിക്കും. എന്തിനാണ് ഈ ജാഥ നടക്കുന്നത് എന്ന്. ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് വേണ്ടിയാണ്, ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്, സമാധാനപരമായി നമുക്ക് ജീവിക്കുവാൻ വേണ്ടിയാണ് ഈ ജാഥ. ആ ജാഥയ്ക്ക് എല്ലാവിധ പിന്തുണയും എല്ലാവിധ ആശീർവാദവും ഈ നാട്ടിലെ ജനങ്ങൾ നൽകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇരിട്ടി ബ്ലോക്ക് കമ്മിറ്റി നയിക്കുന്ന ഈ ജാഥയ്ക്ക് എല്ലാ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി നിങ്ങൾ അറിയിക്കുന്നു. എല്ലാവരെയും സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി.